അതാ മുഴക്കോ വരുന്നുണ്ട് കേട്ടോ. സർവത്തോടെ സർവത്തൊക്കെ തരാം. സർവത്തൊക്കെ തരാം. എത്ര ദിവസം കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഉണ്ട് ഇവിടെ ഫുൾ തിരക്കാ ഷൂട്ടിന്റെ. അല്ലടോ ചങ്ങായി, ഇജ്ജ് ഇപ്പൊ ഈ സിനിമയിലെ ആൽബത്തിലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എന്നെ ഒരു കല്യാണ ആൽബത്തിലും കൂടി കണ്ടിട്ടില്ല. അല്ല എന്റെ ഈ ആൽബം എല്ലാം വിദേശത്താ. ഇവിടെ ഇറക്കാൻ സമ്മതിക്കണ്ടാവില്ല. ഇവിടെ ആൾക്കാർ ഇറക്കാൻ സമ്മതിക്കില്ല അല്ലേ? അല്ല വിദേശത്താണ് നമുക്ക് ഫാൻസ് കൂടുതൽ. അത് ശരി. പൂങ്കുളത്തിൽ ആയിഷ പുതിയ സാധനം. എവിടെ? പൂങ്കുളത്തിൽ ആയിഷ. ഇപ്പൊ വരുന്നുണ്ട്. അത് ശരി. ഓൺ ബെല്ലടിക്കുന്നുണ്ട്. നോക്കട്ടെ. പൂങ്കുളത്തിൽ ആയിഷ. എന്താടാ? ഓപ്പറേഷൻ ചെയ്താ? അത് ശരി. എനിക്ക് ഓപ്പറേഷനും ചെയ്യാം. എന്റെ മോയ അവിടെ ഇരുന്നോട്ടെ. ഒന്നിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ മോനെ, ആപ്പാക്ക് ഒരു കുഴപ്പമില്ല. എന്നാ ശരി, വെച്ചാളി. എന്റെ മോൻ മുഹമ്മദ് ബിയാരിയെ വിളിച്ചതേ. ഓന്റെ ഒരു കൂട്ടുകാരുണ്ട് ജോയി, കോട്ടയത്താരനാ. ഓൻ നെറ്റത്തൊരു മോയുണ്ടായിരുന്നു ഓനിക്കേ. അതിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ്. അപ്പൊ അതേമാതിരി വാപ്പാടെ മോയൊന്ന് ഓപ്പറേഷൻ ചെയ്ത് കളയാ നിന്നോട്. ഏടിയാ മോയ? മോയ ഏടിയ ഞങ്ങളെ? മോയ എവിടെ ഇല്ല. ഇപ്പൊ ഈ ചാൻസിൽ എന്റെ മോയ എവിടെയെന്ന് അറിയാൻ നിക്കണ്ട. എന്താ ഓന്റെ സൂത്രം? അത് നടക്കണില്ല. ഇതിപ്പോ ഓനിക്ക് എന്താച്ചാലേ, എന്റെ മോനിക്കേ മൂപ്പർക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ എന്റെ ചന്തിയിലെ മോയ അങ്ങോട്ട് നീക്കണം. ചന്ദീപിലെ മോയല്ലേ? ചന്ദീപില് എനിക്ക് അത്യാവശ്യത്തിൽ ധൃതി ഉണ്ട്. ഞാൻ നടക്കട്ടെ. നടന്നോളി. ബാവാ. അതെ പെട്ടെന്നൊക്കെ കൊറേ ദിവസം കണ്ടിട്ട് എവിടക്കാ പാഞ്ഞു പോണ്? നമ്മളെ രാജേട്ടൻ മരിച്ചുപോയി. ആര്? ഈ വളവിലെ രാജനല്ലേ? മരിച്ചോ? മരിച്ചു. എന്താ പറ്റി? പുള്ളിയുടെ വയറ്റില് ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിന് മുഴ ഉണ്ടായിരുന്നല്ലോ, അത് കൊണ്ട് കാണിക്കാൻ അന്നേ പറഞ്ഞിരുന്നതാ. പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ചുമ്മാ നടന്നതാ. കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തേക്കും പുള്ളിക്ക് വയറുവേദന ഭയങ്കരമായിട്ട് കൂടി. ഞങ്ങളെല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കണം, പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴേ അറിഞ്ഞ പുള്ളിക്ക് 4th സ്റ്റേജും കഴിഞ്ഞു, ക്യാൻസർ. പുള്ളി ഇപ്പൊ ഇന്നലെ ആയപ്പോ മരിച്ചു. വലിയ മൊയ്യ? ചെറിയ വലിപ്പം ഉണ്ടായിരുന്നു. നെല്ലിക്കയിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? എത്ര വലിപ്പമുണ്ട്? അതൊരു ചെറുനാരങ്ങയുടെ വലിപ്പം. ചെറുനാരങ്ങന്റെ വലിപ്പം ഉണ്ടാ? പ്യാര് പേടിച്ചിട്ടോ ഇങ്ങോട്ട് കാണിക്കുന്നു വിളിച്ചു പറയുന്നേ. നിങ്ങൾ എന്തായാലും പോയി ടെസ്റ്റ് ചെയ്യും. ഇത് ക്യാൻസർ ആണോ അല്ലയോന്ന് അറിയാലോ. ഇത് അങ്ങനത്തെ ഒന്നല്ല. എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് ഒന്ന് കാണിക്കും. നിങ്ങൾ എന്തായാലും പോയി കാണിക്കുന്നത്. നിങ്ങൾ ആ രാജേട്ടനൊക്കെ ആവല്ലേ, സമയത്തിന് കൊണ്ട് കാണിക്കാൻ നോക്കും. ഞാൻ പോണു. കാണിക്കുന്നു പോയിട്ട് എവിടേക്ക്? അത് തന്നെ കേട്ടോ. എന്റെ പുതിയ ആൽബത്തിന്റെ പേര് എന്ത്? നെല്ലിമരത്തിലെ ബയോപ്സി. പറഞ്ഞോ കേൾക്കണുണ്ട്. ഇവിടെ ഇത്തിരി നെറ്റ് കുറവാണേ. ആ വാപ്പനോട് ആശുപത്രി കാണിക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ കയറി പോകുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം തെളിഞ്ഞിട്ടില്ല, റൂമിലോട്ട് മാറ്റിയിട്ടില്ല, ഇപ്പൊ ഒബ്സർവേഷനിലാണ്. ഞാനൊന്ന് സുഖമായി അങ്ങോട്ട് പോരും. പെങ്ങളുണ്ട്, കൂടെ ഉണ്ട്. ശരി. പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞു. മരുന്നാ? പിന്നെ എന്റെ അമ്മായിയപ്പൻ വിളിച്ചിട്ടുണ്ടായി. എന്താ? ഇക്കാനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. ഇവിടെ തിരക്കല്ലേ, നിന്റെ അമ്മായിയപ്പന്റെ കോൾ എടുക്കുക, ഇവിടെ വാപ്പാടെ ജീവൻ രക്ഷിക്കുക. എന്താണ്? അല്ല ഈ ബയോപ്സിക്ക് അയച്ചിട്ട് എന്തായെന്ന് ചോദിച്ചു. റിസൾട്ട് വന്നല്ലോ, അയച്ചിട്ടല്ലേ ഉള്ളു ഇന്നെടുത്തിട്ട്. അല്ല മൂപ്പര് പറയണതേ ബയോപ്സിക്ക് അയച്ച ക്യാൻസർ തന്നെ ഇരിക്കുന്നു. മൂപ്പരാ തീരുമാനിക്കണം. എന്നാ മൂപ്പര ഒരു മെഷീനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ, ടെസ്റ്റ് ചെയ്യാൻ. വെറുതെ അതും ഇതും പറഞ്ഞുണ്ടാക്കുക. ഞാൻ മരുന്ന് മേടിച്ചിട്ട് വരട്ടെ. പിന്നെ എന്റെ കെട്ടിയനും വിളിച്ചു. അതെന്തിനാണെന്ന് എനിക്കറിയാം. ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് കാണിച്ച? സർക്കാർ ആശുപത്രി കാണിച്ചാൽ പോരെന്ന് ചോദിക്കാനല്ലേ? അല്ല, ബാപ്പയ്ക്ക് ഇങ്ങനെ വയ്യല്ല, വയ്യാതെ കിടക്കണേല്ലേ, ബയോപ്സിയുടെ ഒക്കെ റിസൾട്ട് വന്നോല്ല. അപ്പൊ ആ
ചന്തമുക്കിലുള്ള സ്ഥലം എൻ്റെ നിക്കാൻ്റെ സമയത്ത് എൻ്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞല്ലേ എന്തായിരുന്നു? ഒരു വാപ്പ വാക്ക് പറഞ്ഞെ വാപ്പ നിനക്ക് തന്നെ എഴുതി തരും. ഈ നേരത്താണ് അതൊക്കെ ചോദിക്കണത്. അല്ല, പുള്ളിയറിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം? ഒന്നും സംഭവിക്കൂല. ഡോക്ടർ ഇപ്പൊ പറഞ്ഞാണ് ബയോപ്സിക്ക് അയച്ചാണ് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാനാണ്. വാപ്പാക്ക് ഒരു കുഴപ്പമില്ല. നീ ഇവിടെ ഇരുന്ന് മരിക്കാൻ പ്രാർത്ഥിക്കണ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിനക്ക് പങ്ക് വേണമെങ്കിൽ ഇപ്പൊ വാപ്പാടെ ബയോപ്സി എടുത്ത് അയച്ചില്ലേ, ഇത്ര ഉണ്ടായി കുരു, അതിന്റെ പകുതി 2 കിലോ നിനക്ക് തരാം. അല്ല അപ്പടി എടുത്തോ. ഇങ്ങനെയുണ്ടാ മക്കള്. അടുത്ത ആൾക്കാർ എന്താ പിന്നെ വിശേഷമൊക്കെ? എന്തല്ല നിങ്ങളവിടെ അന്നേരെ മലയാളത്തിൽ പറഞ്ഞില്ലേ കാണിച്ചേളാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചന്തി പൊന്തിച്ച് കിടക്കേണ്ട അവസ്ഥയായില്ലേ? അതിപ്പോ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാല് ഞാൻ അങ്ങനെ തന്നെ കിടക്കണ്ടേ? ഇതിപ്പോ നിങ്ങൾ തന്നെ സഹിക്കണ്ടേ? ഭേദനല്ലോ. പണ്ട് കാലത്ത് ഞങ്ങൾ പഠിക്കാൻ പോണ കാലത്ത് സ്കൂളിന്റെ പഠിക്കേണ്ട ഒരാൾ അയിമുക്ക ഒരു ക്യാമറ ഇട്ട് ഇങ്ങനെ നമ്മളെ തുണിയിട്ട് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിക്കുമ്പോ താജ്മഹല്, കുത്തബ് മീനാർ എന്നൊക്കെ പറഞ്ഞ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരും 10 ദിവസം കൊടുത്താല്. അതുമാതിരി ഇപ്പൊ എന്റെ കുരു കാണിക്കാൻ വേണ്ടി കിടക്കുക ഞാൻ. എനിക്ക് കാണണോ? അല്ല, കായൊന്നും വേണ്ട. എന്താ പിന്നെ എന്റെ വിശേഷങ്ങളൊക്കെ? എന്റെ വിശേഷം ഇപ്പൊ എന്റെ നമ്മളെ ത്രേസിക്കുട്ടിയുടെ മേത്തിരി റിലീസായി. ത്രേസിക്കുട്ടിയുടെ മേത്തിരി ഇല്ലേ ഞാൻ അന്ന് പറഞ്ഞേ, പുതിയ അത് റിലീസായി. കത്തിപ്പോയോ? കത്തിയല്ല, കത്തിക്കൊണ്ട് അതിങ്ങനെ കത്തിക്കൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ ഇവിടെ ഉള്ള ആരും കണ്ടിട്ടില്ല, ആൽബത്തിൽ ഇന്ന എവിടെയും കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ആൽബം അടുത്ത മാസം റിലീസാണ്. പൊന്തക്കാട്ടിൽ ഉമ്മർ, ഇവൻ അതിന്റെ നായകൻ. ആൽബം അടുത്ത മാസം റിലീസാവാക്കാം. പക്ഷെ അത് കാണാൻ ഇപ്പൊ കോയാക്ക ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ. എന്താ അങ്ങനെ പറഞ്ഞു? നിങ്ങക്ക് ക്യാൻസർ അല്ലേ? ഇറങ്ങാൻ കൊല്ലാൻ കേൾക്കാ നിങ്ങള് പോയാടായിരുന്നു. ഒരു കുരു വന്നു വെച്ചിട്ട് വന്നവരും പോയവരൊക്കെ ക്യാൻസറാണ്. ക്യാൻസർ എന്തൊരു ഗതികേടാണെന്നാ. പോരാട്ടാ അർദ്ധരാത്രി 1 മണിക്ക് താൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോ 15 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ തന്റെ വീട്ടിലെ പൈസ എത്തിച്ചോ? തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ഒരുപാട് കാശുണ്ടാവും. പക്ഷെ 1 മണിക്ക് തനിക്ക് എവിടുന്ന് കിട്ടും ഇത്രയും പണം? ഞാൻ നിർബന്ധിച്ച് തന്നൊന്നല്ലോ, താൻ കരഞ്ഞു പറഞ്ഞപ്പോ എത്തിച്ചല്ലേ. പക്ഷെ ഇതെന്റെ ബിസിനസ്സാണ്, പറഞ്ഞ സമയത്ത് എനിക്ക് പലിശ കിട്ടണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, നീ അധികം ഒന്നും സംസാരിക്കണ്ട. നാളെ 10 മണിക്ക് ഉള്ള പലിശ എത്തിക്കണം. അത്രേ ഉള്ളൂ. കോയക്കല്ലേ? അതെ, നിങ്ങളെന്റെ മുള കീറിയത് കാണാൻ വന്നാണോ? അതെ, വെയ്യാണ്ടിരിക്കാണല്ലോ, അപ്പൊ വന്ന് കണ്ടുപോവാന്ന് കരുതി. എന്റെ മുള കീറിയത് കാണാത്ത ഇനി നാട്ടിൽ ഒരാൾ തന്നെ ഉള്ളു, അത് ഞാൻ തന്നെ. അത് വന്നവനും പോയവനൊക്കെ കണ്ട്. നിങ്ങളും കണ്ടോളി. അല്ല, ഞാന് നിങ്ങളുടെ മകൻ മുഹമ്മദ് പ്യാരി ഇല്ലേ, അവനൊന്ന് കാണാൻ വേണ്ടി വന്നാണേ. അതെ, ആള് ഇവിടെ ഉണ്ടോ? ഓനകത്തുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചോളി. അതെ അല്ലേ? പ്യാരിയേ, പ്യാരിയേ. ഇപ്പൊ വേദന കുറവുണ്ടോ? ഓ, നല്ല കുറവുണ്ട്. സുധേട്ടനാ വായിരിക്ക്. അറിയണാളാ അതേറിയുന്ന കുരു. എന്താ ഈ അറിയാതെ എന്ത് സോറി ഇതാണോ ചങ്ങായി? മോയോ ഓപ്പറേഷൻ കഴിഞ്ഞ എടുക്കാറ് അറിയാതെ മുട്ടിയതാണ്. നാളം പോലല്ല, പെരക്കാത്ത ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലോ ഈ മലയാറ്റൂര് വന്ന് പിച്ചക്ക് കിടക്കണ പോലെ കിടക്കാനാണ്. അപ്പൊ ആൾക്കാരെ അദ്ദേഹം അല്ലടാ കേറി, അദ്ദേഹം കുത്തി കയറുവാ. പെട്ടെന്ന് വിളിച്ചപ്പോ കയറിയതൊക്കെ വിളിച്ചപ്പോ
എന്താ സുഖേട്ടാ കാണണോ? അല്ല ഈ വാപ്പാടെ ഈ സർജറിക്കായിട്ട് ഗൾഫിൽ നിന്ന് വന്നാണോ? അതെ അതെ, വാപ്പക്ക് സർജറി എന്ന് പറഞ്ഞപ്പോ പിന്നെ വരാതിരിക്കാൻ പറ്റില്ല. അറബിക്ക് ഞാനില്ലാതെ പറ്റൂല, ഭാര്യ 3 എല്ലാ കാര്യങ്ങളും. അല്ല കുടുംബത്തെ കാര്യം നോക്കാനാണല്ലോ നമ്മൾ ഈ വിദേശത്തൊക്കെ പോണ്. അതെ അതെ. പിന്നെ എന്താ അറിയോ പ്യാരിയെ, ഇപ്പൊ ആർക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് മാറാരോഗം എപ്പോ വേണമെങ്കിലും വരാം. ഇപ്പൊ ഇങ്ങനെ ഇരുന്നിരിപ്പിൽ പെട്ടെന്ന് വേണമെങ്കിൽ പ്യാരിക്ക് അറ്റാക്ക് വരാം. ഇതിപ്പോ എന്റെ വാപ്പാക്ക് ക്യാൻസർ വരണം എന്നൊരു യോഗമാണ് അതിന്. ഇങ്ങളോട് ആരപ്പത് ക്യാൻസറാ പറഞ്ഞേ? ഇതൊരു മുഴ വന്നത് ഓപ്പറേഷൻ ചെയ്തതാണ്. അതെ. പിന്നെ ഈ മുഴ ടെസ്റ്റ് സൂതേട്ട ക്യാൻസറും ബഹളമൊന്നും അല്ല, ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ലാന്ന്. അത് സർജറി ചെയ്തിട്ട് ബയോപ്സിക്ക് അയച്ചേക്കണേ, റിസൾട്ട് വന്നിട്ടില്ലേ? അല്ല ഇപ്പൊ ക്യാൻസർ ഇപ്പൊ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഇപ്പൊ അതങ്ങനെ വന്നു എന്ന് കരുതിയിട്ട് പ്യാരി പേടിക്കൊന്നും വേണ്ട. അതിനൊക്കെ സഹായം ചെയ്യാൻ അപ്പൊ ദൈവത്തിന്റെ രൂപത്തിൽ ആര് വേണമെങ്കിലും വരുമല്ലോ. എനിക്കൊരു ഫിനാൻസ് കമ്പനിയാണെന്ന് അറിയാലോ. എനിക്കറിയാം, ഞാൻ പരസ്യമൊക്കെ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ ഞാനൊരു പുതിയ സ്കീം തുടങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെ ക്യാൻസർ രോഗികൾക്ക് ഞങ്ങള് കൊടുക്കുന്നുണ്ട് പൈസ. ഒരു സ്കീമാണ്. അതായത് 12% ഞങ്ങളുടെ പലിശ. അത് കൂടുതലാണ്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് അത് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ക്യാൻസർ രോഗികൾക്ക് ഒരു പരിഗണന ഉണ്ട്. 12% പലിശ മേടിക്കുന്നു. ഒരാശ്വാസമാണ്, ഒന്നുമില്ലാത്തവർക്ക് ജീവൻ രക്ഷിക്കാല്ല. അതെ. അപ്പൊ ഈ ഇപ്പൊ എത്ര കൊടുക്കുന്ന പറഞ്ഞ്? 5 ലക്ഷം റുപ്യ തരുക. എന്റെ വീടിന്റെ ആധാരൊക്കെ എനിക്ക് തന്നാൽ. അതെ, പണയം വെച്ചാൽ. എന്റെ വീടിന്റെ ആധാരം ഇവിടെ ഇരുന്നോട്ടെ. അന്റെ 5 ലക്ഷം ഈ സൂക്ഷിച്ചൊക്കെ ചരക്ക് ക്യാൻസർ വരുമ്പോ എടുക്കുകയും ചെയ്യാം. അപ്പൊ വേറെ ആൾക്ക് കൈ നീട്ടണ്ടല്ലോ. അല്ല, ഒരു സ്കീമിന്റെ കാര്യം അവന്റെ സ്കീമൊക്കെ മനസ്സിലായി. അത് ഇവർക്ക് കീമോ ചെയ്യുമ്പോ എടുക്കാം. പിന്നെ അസുഖക്കാരനാക്കണ്ട. അതെ, കുഴപ്പമൊന്നും ഈശ്വരൻ സഹായിച്ച് കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ. പക്ഷെ എന്റെ കണക്കിൽ ഒരു 90% ഇങ്ങനെ അസുഖങ്ങൾ ക്യാൻസറാണ്. അങ്ങനെ വന്നാ വിഷമിക്കണ്ട. ഇത് അങ്ങനെയൊന്നും പോണ കേസല്ല. അല്ലാണ്ടിരിക്കട്ടെ. അങ്ങനെ ആവശ്യം വന്ന നമ്പർ ഉണ്ടല്ലോ. വിളിക്കാം. അപ്പൊ നീ ഇറങ്ങട്ടെ. ശരി. ഇതിലേ പോ. അല്ല, ചെരുപ്പ് അവിടെ. എന്നാലും വിളിച്ചാ ശരി. രോഗം വരാനും പാടില്ല. അവിടെ ക്യാൻവാസിങ് നടക്കുകയാണ്. പോയിട്ട് വരാം. ശരി ശരി. എവിടെ ആദ്യം ആൾക്കാരൊക്കെ ഉണ്ട് വിളച്ചറണ്ടേ. എന്താ സുഖം. പടിഞ്ഞാറൻ കാറ്റ്. പടിഞ്ഞാറൻ കാറ്റല്ല, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വിച്ചറിക്ക് വീശായിരുന്നു. ഉണ്ടാതെ ഇടപെടാ. അവിടെ ചടയാന്ന് വേണ്ട. വേണ്ട. നിങ്ങളുടെ ചരിയല്ല കേട്ടാ. ഇല്ല ഈ അങ്ങോട്ട് പോയിക്കോ. പഴയ പോലെ ഒന്നല്ല, ഇച്ചിരി അളവ് വ്യത്യാസം ഉണ്ടേ ഒരെണ്ണത്തിന്. ആരാ മെമ്പറോ? എന്താണല്ലോ. ഈ ഭവനത്തിലാളില്ലേ? അതെ, ഇവിടെ ഒരാളുണ്ട്. ഇത് മതിച്ചെടുത്തോളി. ഞാൻ മതിയോ? സ്തുതി. സ്തുതിയുടെ അന്വേഷണം എന്താ? സ്തുതി ഇപ്പൊ വന്നു പോയുള്ളൂ. ദൈവത്തിന്റെ പേരിൽ സ്തുതി. അത് ശരി. അൽഹംദുലില്ലാഹ്. ബ്രദറെ, ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അതെ ചെങ്ങായി, ഇത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കെട്ടിയതല്ല. അത് കണ്ട അതൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒന്ന് എണിക്കാൻ വേണ്ടിട്ടേ അതിന് വേണ്ടി കെട്ടിട്ടേക്ക. എന്താ വന്ന് നിങ്ങള്? എന്റെ പേര് മന്മഥൻ. എന്താ മമ്മദേ വന്ന് പറഞ്ഞോ? മമ്മദ അല്ല, മന്മഥൻ. മന്മഥൻ അല്ലേ? എന്തായാലും വന്ന കാര്യം പറയ്. അങ്ങയുടെ രോഗശാന്തിക്കും രോഗശമനത്തിനും മറ്റെല്ലാ പ്രയാസങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ക്യാൻസറാൽ ബുദ്ധിമുട്ടുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അടച്ചറബേ, വന്നോരും പോയവരൊക്കെ തന്നെയുള്ള പെണ്ടഞ്ഞിപ്പൊക്കെ. ഞാൻ അവിടത്തേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് വരുവാണ്.
അപ്പൊ അവിടെ വരെ കേട്ടപ്പോ എന്റെ ഈ അസുഖമുള്ള കാര്യം. ഞങ്ങൾ ഈ ആശുപത്രികളിൽ പോയി അവിടുന്ന് അന്വേഷിച്ച് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശ്വാസം നൽകും. പ്രാർത്ഥിച്ച് അങ്ങയുടെ രോഗം പൂർണ്ണമായിട്ട് ഞങ്ങൾ മാറ്റിത്തരും. പെങ്ങള് പ്രാർത്ഥിച്ച എന്റെ അസുഖം മാറുന്ന ആരാ പറഞ്ഞേ? എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വാൾവിന് തകരാറായി ഞാൻ കയറി ഇറങ്ങാത്ത ആശുപത്രികളൊന്നുമില്ലായിരുന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച ഞാൻ അവസാനം ചെന്ന് പെട്ടത് പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തില്. അന്ന് അവിടെ കൂടിയ പ്രാർത്ഥനയിൽ കൂടി ഞാനും പ്രാർത്ഥിച്ചു. എൻ്റെ രോഗം ഭേദമായി ഞാൻ ഇന്നത് പൂർണ്ണ ആരോഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ അങ്ങേക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങേ പൂർണ്ണ സുഖവാനാവും, അങ്ങയുടെ അസുഖങ്ങളെല്ലാം മാറും. എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ എങ്ങനെ പെങ്ങളെ ഒരു പ്രാർത്ഥനക്ക് എന്ത് വെച്ച് തരേണ്ട ഒരു? ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന പ്രാർത്ഥന സേവനമാണ്, അതിന് പ്രതിഫലമില്ല. പക്ഷെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടത്തോടെ പ്രാർത്ഥിക്കും. പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അത് ഒരു വർഷത്തേക്ക് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തേക്ക് വെറും തുച്ഛമായ 1000 രൂപ തന്നാൽ മതി. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. അല്ല, അത് വേണ്ട. നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് വേണമെങ്കിൽ ചെയ്തോളി. സഹോദര, ഞാൻ സഹോദരന്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോട്ടെ. തലയിൽ കൈവച്ചോളിയും ചന്തിയമ്മ കൈവക്കരുത്. അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞേക്കാം. ദൈവമേ, 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 എന്റെ മുന്നിൽ കിടക്കുന്ന കോയെന്ന ഈ സഹോദരന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ആദ്യം വ്യാധിയും എല്ലാ പ്രയാസങ്ങളും എല്ലാം മാറ്റിക്കൊടുത്ത് ഈ സഹോദരന് എല്ലാ സൗഖ്യവും കൊടുക്കണേ. ക്യാൻസർ എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ഈ സഹോദരനെ മുക്തനാക്കണേ, പൂർണ്ണ ആരോഗ്യവാനാക്കണേ. ദൈവമേ, ദൈവമേ, കയ്യെടുക്ക്. ഇത് പഴയതാണ്, 10-65 വയസ്സ് പഴക്കമുള്ളത്. അത് ഇതൊക്കെ ഇളക്കാൻ കൊഴിഞ്ഞു പോവും. ഓപ്പിലിന്റെ തല പിടിച്ച് ലേലം ചെയ്യാണ്. എന്താന്ന് പിടുത്തം കിട്ടണില്ല. ഇതാരാണ് ബ്രദറെ? ഇത് ഓന്റെ വാപ്പയാണ്. ഞാന് എന്താ പരിപാടി? എന്താണ് മോൻ ബ്രദറെ? ഞാൻ വാപ്പ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഒരു പ്രാർത്ഥനയും വേണ്ട. പുള്ളി മരുന്നൊക്കെ വാങ്ങി സുഖമായിട്ട് കിടക്കണ. പോവാൻ നോക്കി ചെല്ലി. ബ്രദറെ, മരുന്നിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ബാക്കിയെല്ലാം മേളിലിരിക്കുന്ന സാക്ഷാൽ ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. വെളപ്പിശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 1500 ഇടിച്ചക്കൽ പ്ലാമൂട് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 2000 മേടിക്കണം. ഞങ്ങൾ വെറും 1000 ഒരു വർഷത്തേക്കാണ്. പിന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 3 മാസം പ്രാർത്ഥിക്കും, ചിലപ്പോൾ 4 മാസം പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ദൈവത്തിന് എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു കളവും ചതിയും ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങളുടെ ദൈവത്തിന് ഡിസ്കൗണ്ട് ഉണ്ടാ? അതെ, ഈ വാപ്പ ബ്രദറിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഒരു പ്രാർത്ഥനയും വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക്. സുഖമില്ലാതെ കിടക്കുന്ന ആളുടെ അടുത്താണ്. പ്രാർത്ഥന ദൈവം കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവില്ല. അവള് പോവാൻ നോക്കണോ? ചീത്ത പറയേണ്ട കാര്യം. ഈ സാത്താന്റെ സന്തതിയുള്ള ഈ ഭവനത്തിൽ ഒരിക്കലും സ്വസ്ഥത കൊടുക്കരുത് ദൈവമേ, കൊടുക്കരുത് ദൈവമേ, കൊടുക്കരുത് ദൈവമേ. എന്തത് വെറുതെ കിടക്കാനും സമ്മതിക്കില്ല അച്ഛൻ മനുഷ്യന്മാരുടെ വീട്ടില്. അങ്ങേ തള്ളി പറഞ്ഞ ഈ പിശാചുകൾക്ക് ഒരു ഗതിയും പരഗതിയും കൊടുക്കല്ലേ ദൈവമേ. സാത്താന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും സാത്താന്റെ പിടിയിൽ അകപ്പെടട്ടെ ദൈവമേ, അകപ്പെടട്ടെ ദൈവമേ. ദൈവമേ, സത്യമാഷ് പറഞ്ഞല്ലോ. മാഷേ, നീ മൂപ്പര് എന്താണ്? എന്താ ഞാൻ ഇവിടെ ഇരിക്കേ. പോയാ എന്താ ഇവിടെ ഇവിടെ ഇരിക്കാം. ഞാൻ വീട്ടിലുണ്ടായില്ല. ഒരു കാര്യമില്ലാത്ത കല്യാണത്തിന് പോയി. എന്നോടൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല. 1000 രൂപ കിട്ടണേ, അതപ്പോ കേസ്. അപ്പൊ അതിന് പോയിട്ട് അപ്പൊ വീട്ടിൽ വന്ന് കേറിയുള്ളൂ. അപ്പോഴാണ് ഇപ്പൊ ഈ പൂരം. അപ്പൊ നേരം ഇങ്ങോട്ട് പോന്നു. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതെടുത്ത് കളഞ്ഞ് പിന്നെ അത് ബയോപ്സിക്ക് അയച്ചേക്കാണ്. റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് കരുതി. ഇപ്പൊ ഞാൻ മുമ്പ് സർവീസിൽ ഇരുന്നേറുന്ന സമയത്ത് ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നോ? അത്ര വലുപ്പത്തിലൊരു മുഴ. അത് ശരി. അപ്പൊ പോയി ആശുപത്രിയിൽ പോയാൽ പിന്നെ അറിയാലോ, അവരത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ ഈ സാധനം ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ കാര്യം പറയണ്ടല്ലോ. മാഷിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് ആകെ പാട്ടായി. ഞാൻ അന്ന് ശരിക്കും രോഗിയായി, ക്യാൻസർ രോഗിയായി എന്നർത്ഥം. എന്റെ ജോലി എന്റെ ഭാര്യക്ക് കൊടുക്കണോ അതോ മകൾക്ക് കൊടുക്കണോ എന്ന് വരെ ചർച്ച. അങ്ങനെയുണ്ട്. അവസാനം റിസൾട്ട് വന്നപ്പോഴോ അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല.
ഞാൻ പറഞ്ഞില്ലേ വാപ്പ, ആളുകൾ വന്ന് അതും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാണ്. എന്താ മാസേ സമാധാനം എന്ന് പറഞ്ഞതില്ല. അതൊന്നും കേക്കണ്ട, അതൊക്കെ ഇതിനോട് കേൾക്കുക, എന്നിട്ട് പുറത്തു കൂടെ വിടുക. അതെല്ലേ, നാളെ മരിക്കേണ്ടവൻ ഇന്ന് തന്നെ കൊല്ലും ആളുകൾ. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി സത്യം സാറിന്? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലോ. ഈ ബയോപ്സി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതറിയോ? അത് പറഞ്ഞുതരാം. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളത്, അതെ. ഓപ്സി എന്ന് പറഞ്ഞാൽ കാണുക. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഏരിയ ഉണ്ടെങ്കിൽ അത് അവര് മുറിച്ചെടുത്തിട്ട് കൊണ്ടുപോയിട്ട് പാത്തോളജിസ്റ്റുകളാണ് ചെയ്യുക. അവരിങ്ങനെ സൂക്ഷ്മദർശിനി കൂടെ നോക്കി ഈ ക്യാൻസറിന്റെ ഒക്കെ ഏതെങ്കിലും അംശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇനി അതുണ്ടെങ്കിൽ അത് വേറെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ, അതിന്റെയൊക്കെ പ്രത്യേക ടെസ്റ്റുകളാണ് അവർ നടത്തുന്നത്. ഇത് അത്ര വലിയ വിഷയമൊന്നുമില്ലാന്ന്. നമ്മൾ ഈ ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യില്ലേ, അങ്ങനെ കണക്കാക്കിയാൽ മതി, അത്രേ ഉള്ളൂ.